ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. സെൻസായിൻ്റെ ഒരു ചോദ്യം, എനിക്ക് ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നു. ഒത്തിരി സ്റ്റെപ്സ് എടുക്കുന്നു. ഇപ്പോൾ ലീപ്പാണെങ്കിലും ഇങ്ങനത്തെ ഏത് പ്രോഗ്രാംസ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ലീഡർഷിപ്പ്, യൂട്യൂബിൽ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഹൗ കൻ ഐ ഡെവലപ്പ് ഹാബിറ്റ്സ് ആൻഡ് സിസ്റ്റംസ് ദാറ്റ് ഹെൽപ്പ് മീ സ്റ്റേ കൺസിസ്റ്റൻറ്റ്? വളരെ സിമ്പിളാണ്. കൺസിസ്റ്റൻസി ഇല്ലാത്ത കാര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, അത് നിങ്ങളൊന്ന് ഇരുന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, വൺസ് യു സിറ്റ് ആൻഡ് സ്റ്റാർട്ട് ഇവാലുവേറ്റിംഗ് ആൻഡ് പോണ്ടറിങ് അബൌട്ട് ദോസ് തിങ്സ് ദാറ്റ് ഈസ് നോട്ട് കൺസിസ്റ്റൻറ്റ്, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് അതിന് പാഷൻ ഇല്ലാത്ത സാധനങ്ങളായിരിക്കും. പാഷനുള്ള എല്ലാ സാധനങ്ങളും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ട സാധനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇസ് ദാറ്റ് കറക്റ്റ്? അൺമ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാത്തത്. ഒരു പാഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പാഷൻ ഇല്ല. പക്ഷേ ആ പാഷൻ എങ്ങനെ, പാഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു കം ഫ്രം ഇൻസൈഡ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. Am I right? So tell me, give me one example. നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ഈ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യണ, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാത്ത ഏത് ഏരിയയാണ് പറയുന്നത്? നിങ്ങൾ പേരൊന്നും പറയണ്ട, ആ ഏരിയ പറയും. എന്താണ്, എന്തിലാണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 2-3 വീക്സ് മുമ്പ് സെൻസൈൻ്റെ ഒരു സെഷനിൽ തന്നെ ഒരു മോർണിംഗിൽ എണീറ്റ ഉടനെ ഒരു ലിറ്റർ വെള്ളം കുടിക്കുക, അതുപോലെ ഒരു പുഷപ്പ് ഇന്നായിട്ട്. ഞാനത് പ്രാക്ടീസ് ചെയ്തിരുന്നു 2-3 ദിവസം. 1 ലിറ്റർ കുടിച്ചില്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് 2-3 ദിവസം സ്ഥിരമായിട്ട് ചെയ്തു. 2 പുഷപ്പ് ഡെയിലി ചെയ്തു. പിന്നെ സംഭവം അത് ഇറ്റ് ഗോട്ട് സ്റ്റോപ്ഡ്. പിന്നെ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം നിങ്ങൾക്ക് അതിനോട് താല്പര്യമില്ലാത്ത കാരണല്ലേ? എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അത് ചെയ്യണമെന്ന്. ആഗ്രഹം വേറെ, ഓക്കെ, ആഗ്രഹം വേറെ ഉണ്ട്, അതിന്റെ ബാക്കിയുള്ള എഫേർട്ട് വ്യത്യാസമുണ്ട്. ഓക്കെ അല്ലേ? ആഗ്രഹം വേറെ. എനിക്ക് ഒരു എന്താണ് മറഡോണ ആവണമെന്നോ, അല്ലെങ്കിൽ എനിക്കൊരു മൈക്ക് ടൈസൺ ആവുന്നൊക്കെ ആഗ്രഹമുണ്ട്. ആവാൻ പറ്റുമോ? ഇല്ല. ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് എഫേർട്ട് ഇല്ലേ? കറക്റ്റ്. ടൈം ഇല്ലേ, പ്രാക്ടീസ് ഇല്ലേ, മണി ഇല്ലേ, കോച്ച് ഇല്ലേ, ഇൻവോൾവ്മെന്റ് ഇല്ലേ, ഉണ്ട്. അപ്പം ആഗ്രഹങ്ങൾ അത് നല്ലതാണ്. അത് നമ്മൾ ഡ്രീം എന്ന് വേണം പറയാം. ഡ്രീം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ബിഗ് ഡ്രീംസാണ്. ഹവർ വെൻ യു ടേക്ക് ആക്ഷൻ, അത് ചെറിയ ആക്ഷൻസ് ആണ് എടുക്കുക. ആക്ഷൻസ് അല്ല, സ്റ്റെപ്സ് എടുക്കുമ്പോൾ ചെറിയ സ്റ്റെപ്സ് എടുക്കേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഡ്രീം നമ്മൾ വലുതായിട്ട് ഡ്രീം ചെയ്യാം, പക്ഷേ ആക്ഷൻ എപ്പോഴും ചെറുതായിട്ട് ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹം, എന്തൊക്കെ ആഗ്രഹം ഉള്ളത് നിങ്ങൾ പറഞ്ഞത്? ഒരു ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഞാൻ സെൻസായി പറഞ്ഞ ഒന്ന് ഫോളോ ചെയ്തത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് പുഷപ്സും കാര്യങ്ങളൊക്കെ ചെയ്യും. കല്യാണം കഴിച്ച, പേര് പറഞ്ഞ കല്യാണം കഴിച്ച വ്യക്തിയാണോ? അതെ അതെ. കുട്ടികളുണ്ടോ? ഉണ്ട്, 2 കുട്ടികൾ. എത്ര വയസ്സായി? 38. കുട്ടികൾക്കോ? അല്ല, കുട്ടികൾ ചെറുതാണ്. 6 വയസ്സ് 2 വയസ്സ്. 6 വയസ്സ് 2 വയസ്സ്. 6 വയസ്സുള്ള കുട്ടി നിങ്ങളൊരു ഭയങ്കര ക്ലോസ് ആണോ? യെസ്, മോളാണ്. മോള് നിങ്ങൾ അടുത്താണോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ കൺട്രിയിൽ എവിടെയാണ്? അല്ല, ഒന്നിച്ചാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നിച്ചാണല്ലേ? അപ്പം മോൾക്ക് ഒരു ചാലഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ മോള് സപ്പോർട്ട് ചെയ്യുന്ന കുട്ടിയാണോ? സ്മാർട്ടാണോ? അതെ അതെ, അതിനേക്കാൾ അത്യാവശ്യം. ഓക്കെ, ഗുഡ്. അപ്പം ആ കുട്ടീനോട് ഒരു ചാലഞ്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെറുതായിട്ട് തുടങ്ങാം. ഓക്കെ, വലുത് വേണ്ട. ഇപ്പൊ നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ 2 കാര്യം, ഒന്ന് വെള്ളം കുടിക്കാന്നുള്ളതും, രണ്ടാമത്തെ പുഷപ്സ് എന്നല്ലേ? ഓക്കെ, ആ കുട്ടിയോട് നിങ്ങൾ പറയാം, മോളെ നിങ്ങൾ എന്താ വിളിക്കുക? സിദ്ര. അല്ല, നിങ്ങൾ എന്താ വിളിക്കുക? മോളെന്താ നിങ്ങൾ വിളിക്കുക? എന്നെ ബാപ്പിന്ന് വിളിക്കും. ബാപ്പിന്ന്. ഓക്കെ, പറയാം, ബാപ്പി മോളും ദിവസം വെള്ളം കുടിക്കും. മോള് ചെറിയ കപ്പിൽ കുടിക്കും, ബാപ്പി വലിയ കപ്പിൽ കുടിക്കും എല്ലാ ദിവസവും. അതേപോലെ നമ്മൾ ബാപ്പി മോളും ദിവസം ഒരു പുഷപ്സ് ഡെയിലി ചെയ്യും. റെഡിയാണോ മോളെന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ ഇന്നെ ഓർമ്മിപ്പിക്കാന്ന് പറയാം. അത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ചെയ്യാൻ പറ്റും. ഒരുമിച്ച് എൻജോയ് ചെയ്യാം. കുട്ടികളത് മറക്കില്ല, ഫീലിംഗ് കൊണ്ടിരുന്നത്. കുട്ടികളിൽ നിങ്ങളൊരു ഹാബിറ്റ് കൾട്ടിവേറ്റും ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാണ്ട? കുട്ടീനെ കൊണ്ടുവരാം. അതും പറയാം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മോൾക്ക് ഞാൻ 1 രൂപ തരുമെന്ന് പറയാം, ഒരു ഗിഫ്റ്റ് കൊടുക്കാം. ആ ഗിഫ്റ്റ് കൊടുക്കുന്നത് അവിടെ ശീലിപ്പിക്കുകയാണ്. മറ്റൊരു ഹാബിറ്റാണ് ഡെവലപ്പ് ചെയ്യണത്.
ആ ഓക്കെ. കുട്ടിയിൽ ഒരു ഹാബിറ്റ് മണി മാനേജ്മെന്റ് പഠിപ്പിച്ചു കൊടുക്കുക. അതിനുള്ള നിങ്ങൾ പോട്ടുണ്ടല്ലോ, അതിന് ഇത് ജാർ എന്നൊക്കെ ഒരു മണി ജാർ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുക. കുട്ടീനെ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. യോ വിത്ത് മീ? യെസ് സിമ്പിൾ യെസ്. ആണ്, വളരെ സിമ്പിൾ. ഒരു കുട്ടി കുട്ടിൻ്റെ അച്ഛന് ഒരു ഗുരുവിൻ്റെ അടുത്ത് കൊടുന്ന് ചേർത്തി. ഗുരു എന്ന് വെച്ചാൽ ഗുസ്തിൻ്റെ ഗുരുവാണ്. എന്നിട്ട് പറഞ്ഞ് എൻ്റെ മകന് ഭയങ്കര വീക്കാണ്, നിങ്ങൾ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇയാൾ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ അവിടെ ഒരു ചെറിയ ഈ ഗുരു എന്ന് പറയാം, ആ ഗുരു ഭയങ്കര ബിസിയാണ്, മറ്റുള്ളവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, തല്ലും എന്തൊക്കെയാണെന്ന് അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം മണ്ണൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, തുറന്നുള്ള ഏരിയ എന്ന് വിചാരിക്കാം, വർഷങ്ങൾക്ക് മുമ്പാന്ന് വിചാരിക്കാം. അപ്പം ഈ കുട്ടിനോട് എന്താ പറഞ്ഞു വെച്ചാൽ, മോനെ അതൊരു ചെറിയ ചെടിയുണ്ട് നേരെ മുമ്പിൽ, ഈ കുട്ടീൻ്റെ മുമ്പിൽ. ആ ചെടീൻ്റെ മേലെ കൂടെ നീ ഒരു കാല് അങ്ങോട്ട് എടുത്ത് വെക്കുക, പിന്നെ രണ്ടാമത്തെ കാല് എടുത്ത് വെക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു കാല് ബാക്കോട്ട് വെക്കുക, രണ്ടാമത്തെ കാല് ബാക്കോട്ട്. അതായത് ചെടീനെ അങ്ങോട്ട് ക്രോസ് ചെയ്യുക, ചെടി ഇങ്ങോട്ട് ബാക്കോട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ ഈ കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് തോന്നി. അപ്പം പറഞ്ഞു അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ എന്താണ് കടാവ് എന്താ അതിനെ പറയാൻ, മറ്റേ പശുവിൻ്റെ കുട്ടി ഉണ്ടല്ലോ, അതിനെന്താ പറയാ, കിടാവ്. ഓക്കെ. പശുക്കിടാവ്. പശുക്കിടാവ്, അതിന് പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ചെറിയ കുട്ടിയാണ്, നല്ലൊരു ഇതായിട്ടുള്ള ചെറിയ ഒരു കിടാവുണ്ട്. അപ്പോൾ അതിന് പിടിക്കാൻ പറഞ്ഞു. അതിന് പിടിച്ചു വാങ്ങിച്ചാൽ അത് കാരണം വെയിറ്റ് ട്രെയിനിങ്ങിനെ പോലെ അത് പിടിച്ച് ചെയ്യാൻ പറയും. അപ്പം ഈ കുട്ടി അത് പിടിച്ചിട്ട് ഒരു കാല് ആ ചെടീൻ്റെ അപ്പുറത്തേക്ക് വെച്ചു, പിന്നെ രണ്ടാമത്തെ കാല് വെച്ചു, ആദ്യത്തെ കാല് ബാക്കോട്ട് വെച്ചു, അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഈ വ്യക്തി ഈ കുട്ടി ആ ടീച്ചറോട് ഗുരുവിനോട് ചോദിക്കുകയാണ്, ഗുരു ഞാൻ ഇത് കുറേ നേരമല്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇത് എപ്പോഴാണ് ഞാൻ തല്ല് പഠിക്കാന്ന്. അപ്പം ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ആര് തന്നെ നിന്നെ അടിക്കാൻ വന്നാലും എനിക്ക് അവരെ തകർത്തിടാൻ പറ്റും. അപ്പം ഇയാൾ പറയും, ഞാനൊന്നും അതിനെ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ, ഇത് മേലേക്കും ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും മാത്രമേ പോയിട്ടുള്ളൂ. അതേ തന്നെയാണ്, നീ ബാക്കിൽക്കും ഫ്രണ്ടിൽക്കും പോയി, പക്ഷേ ഒന്ന് നോക്കുക നിന്റെ കയ്യിൽ എന്താ ഉള്ളതെന്നുള്ളത്. അപ്പോഴേക്കും ആ കയ്യിലുള്ള കിടാവൊക്കെ പോയിട്ട് വലിയൊരു പശുവിനെ പിടിച്ചിരിക്കണം ഇയാളെ. മനസ്സിലാവണം നിങ്ങൾക്ക്? ഒന്നുകൂടെ. ഗുരു പറഞ്ഞു നീ ഒന്ന് നോക്ക്, നിന്റെ കയ്യിലേക്ക് നോക്കുന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ എന്താ വെച്ചാൽ ഒരു കിടാവെ എന്നല്ല പിടിച്ചിരുന്നത്. അതെ. ആ കിടാവൊക്കെ മാറി പശു ആയിക്കണം. അതായത് ഇയാൾ സ്ഥിരമായിട്ട് വർഷങ്ങളോളം ഈ ഒരു ടെക്നിക്ക് മാത്രം ചെയ്തിട്ടുള്ളൂ. ഇയാളെ കൈയിന്റെ മസിലൊക്കെ വലുതായിക്കണ്. മനസ്സിലായി? ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് മാത്രം എടുത്തിട്ടു അതോടുകൂടി ഈ ആള് മാറി എന്നല്ല. ഇപ്പൊ ആരും ഇയാൾ തല്ലാൻ വരില്ല, കാരണം അത്രയ്ക്ക് മസിലുണ്ട് ഇയാൾക്ക്. ഒരു പശുവിനെ പിടിച്ചിട്ടുള്ള ട്രെയിനിങ് അയാൾ ചെയ്തിട്ടുള്ളത്. ഇത് ടെക്നിക്കാണ്, ഇതേ ടീച്ചിങ് ആണ്. കറാട്ടെ കിറ്റ് എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 40 വർഷം. ഇപ്പോഴത്തെ അല്ല, ജാക്കി ചാൻ്റെ കറാട്ടെ കിറ്റ് അല്ല, അതിൽ ഒന്ന് മാത്രം ഒരു ടെക്നിക്ക് മാത്രം പഠിപ്പിക്കുന്ന ടീച്ചർ. കറാട്ടെ സെൻസായി ഉണ്ട്, ആ സെൻസായി പഠിപ്പിക്കുന്ന ഒരൊറ്റ ടെക്നിക്ക് മാത്രമാണ്. ആ ടെക്നിക്ക് വെച്ചിട്ട് ആ കുട്ടി വിജയിക്കുന്നുള്ള. അപ്പം അത് ഹാബിറ്റാണ്, റിപ്പിറ്റേഷൻ ആണ്. എൻ്റെ ടീച്ചർ ടോണി റോബിൻസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, റിപ്പിറ്റേഷൻ ഈസ് ദ മദർ ഓഫ് ഓൾ സ്കിൽ. ഏത് സ്കിൽ എടുത്താലും അതിൻ്റെ മദർ എന്ന് വെച്ചാൽ റിപ്പിറ്റേഷൻ. അവിടെ ഇനി കൺസിസ്റ്റൻസി വരും. നിങ്ങൾ ഇന്ന് സംസാരിച്ചു കൺസിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ്, ശരിയല്ലേ? അപ്പോൾ ഈ കൺസിസ്റ്റൻസിനെ നമ്മൾക്ക് ഒരു ഹാബിറ്റ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എൻജോയ് ചെയ്യണം. ഈ കൺസിസ്റ്റൻസി എന്താണോ ബോറിംഗ് ആയിട്ടുള്ള സംഭവം, അതിനെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെന്ന് നിങ്ങളെ മക്കൾ ഇതിൽ ഇൻവോൾവ് ചെയ്യാന്നുള്ളത്. ചെയ്യാൻ പറ്റില്ലേ? പറ്റും, തീർച്ചയായിട്ടും. എന്ന് മുതൽ ചെയ്യാൻ പറ്റും. കുട്ടിക്ക് ഇഷ്ടപ്പെടില്ലേ? തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പാപ്പച്ചിന്റെ ഒപ്പം വന്നിട്ട് ഒരു പുഷപ്പ് ചെയ്യാനും മോൾക്ക് ഇഷ്ടപ്പെടില്ലേ? തീർച്ചയായിട്ടും വിടും. ചിലപ്പം പാപ്പച്ചിന്റെ പുറത്താ കുട്ടിനെ കയറ്റി എടുത്തിട്ട് പറയാം, ഞാൻ ഒന്നും കൂടെ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ അങ്ങോട്ട് ചെയ്യാം. അപ്പൊ നാളെ മുതൽ വരും, ഞാൻ പാപ്പച്ചിന്റെ മേലെ കയറിയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ കുട്ടിക്ക് ആ ശീലിപ്പിച്ചു കൊടുക്കാം. ദിവസം ഡിപ്പോസിറ്റ് അത് നിങ്ങൾ തീരുമാനിക്കുക. 5 രൂപയാണോ 5 രൂപ കൊടുത്തിട്ട് ശീലിപ്പിക്കാതെ. കാരണം 30 ദിവസം ആ കുട്ടി ഓട്ടോമാറ്റിക്കലി ഇൻഡിപെൻഡന്റ് ആയി മാറും. ആ കുട്ടി മനസ്സിലാക്കുക എങ്ങനെയാണ് ഒരു ചെറിയ എമൗണ്ട്, ഇതിനാണ് കമ്പൗണ്ടിങ് എന്നൊക്കെ പറയാം. അതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാർക്കറ്റിലൊക്കെ രീതിയിൽ പറയാം. പക്ഷേ ഈ ഒരു പൈസ നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാ ദിവസവും 5 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഒരു കൃത്യമായിട്ട് ഒരു ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അറിയാം എത്ര കുട്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, സേവ് ചെയ്യേണ്ടതുള്ളത്. അതിൽ കൂടെ ആ കുട്ടി ഒരു സ്വഭാവം പഠിക്കുന്നുണ്ട്, ആ കുട്ടി പുഷപ്സ് ചെയ്യുന്നുണ്ട്, ആ കുട്ടിക്ക് ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കുട്ടി വെള്ളം കുടിച്ചിട്ടുള്ള ആ ഒരു ഹാബിറ്റും വളർത്തുന്നുണ്ട്. അതേപോലെ തന്നെ ആ കുട്ടീൻ്റെ ഫാദറായിട്ടുള്ള നിങ്ങളും വളരുന്നുണ്ട്. ഇപ്പം അവിടെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് നിങ്ങൾ കുറച്ചും കൂടെ എൻജോയ്മെന്റ് ആക്കി മാറ്റി. I will practice from tomorrow. 0 to 10. Today itself. 0 to 10, how much? 9. Very good. Are you happy? I'm very happy. Good. Thank you. Thank you very much. Let's move on to the next caller, please.